സ്റ്റുഡൻസ് സോ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കൊഹീസീവ് എനർജി എന്ന് പറയുന്ന ഒരു ടേമാണ്. അതിനു മുമ്പ് രണ്ട് ടേംസ് നമുക്ക് പരിചയമാവണം. അത് ഫസ്റ്റ് വൺ റിപ്പൽസീവ് ഇൻട്രാക്ഷൻ ആണ്. റിപ്പൽസീവ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോസ് നമുക്ക് രണ്ട് ഹൈഡ്രജൻ ആറ്റം സ്പിൻ അപ്പുള്ള വൺ സ്പിൻ അപ്പും വൺ സ്പിൻ ഡൗണും ഉള്ളത് കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു ഹീലിയം ആറ്റം ആക്കുകയാണെങ്കിൽ സ്പിൻ അപ്പും സ്പിൻ ഡൗണും ആയതുകൊണ്ട് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിന് വയലേഷൻ ഒന്നും വരുന്നില്ല. സോ അതിൻ്റെ ഒരു ടോട്ടൽ എനർജി ഞാൻ നിങ്ങൾക്ക് തന്ന നോട്ടിലുണ്ട്. ആ നോട്ടിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതിൻ്റെ ടോട്ടൽ എനർജി തന്നാൽ -78.98 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയും. അതുപോലെ നമ്മൾ രണ്ട് 1s സ്പിൻ അപ്പുള്ള രണ്ട് ഹൈഡ്രജൻ ആറ്റം കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൻ്റെ വയലേഷൻ വരും. സോ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വൺ 1s സെക്കൻഡ് വൺ 2s വരുന്ന ഒരു കോൺഫിഗറേഷൻ ആയിരിക്കും ഹീലിയം ആറ്റത്തിന് ഉണ്ടാവുക. ആ കേസിൽ അതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -59.38. ഇപ്പോൾ രണ്ട് കേസിലും തമ്മിലുള്ള വ്യത്യാസം ഒരു -19 അടുത്ത് വ്യത്യാസം രണ്ട് കോൺഫിഗറേഷൻ തമ്മിലുണ്ട്. ഫസ്റ്റ് വണ്ണിൽ -78 ആണ്, സെക്കൻഡ് വണ്ണിൽ -59 ആണ്. ഫസ്റ്റ് വണ്ണിൽ അട്രാക്ഷൻ കൂടുതലും സെക്കൻഡ് വണ്ണിൽ അട്രാക്ഷൻ കുറവുമാണ്. അപ്പോൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പൽസീവ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. So, when two atoms are brought together, the charge and distribution gradually overlap and changes their electrostatic energy and changes the electrostatic energy of the system. That is, electron overlap increases the total energy of the system and gives a repulsive contribution to the interaction. This electron overlap, first one electron configuration, first one in the നമുക്ക് ദെൻ ഫസ്റ്റ് വണ്ണ് നമ്മൾക്ക് ഈ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. ദെൻ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഈ ഓവർലാപ്പ് കൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഓവർലാപ്പിൻ്റെ കൊണ്ട് ടോട്ടൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ സംഭവിക്കുന്നത്. അതുകൊണ്ട് അത് ടോട്ടൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് യു ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഇറ്റ് ഈസ് എ റിപ്പൽസീവ് ഇൻട്രാക്ഷൻ. ഇനി ഇനേർട്ട് ഗ്യാസസിൻ്റെ നമ്മൾ എക്സ്പെരിമെൻ്റ് ഡാറ്റ എടുത്തിട്ട് ഈ ഒരു എനർജീൻ്റെ എംപെരിക്കൽ റിപ്പൽസീവ് പൊട്ടൻഷ്യൽ ഓഫ് ദി ഫോം നമുക്ക് B/R⁻12 എന്നുള്ള ഒരു ഫോമിലാണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. ഈ റിപ്പൽസീവ് ഇൻട്രാക്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത് അതിൻ്റെ അട്രാക്റ്റീവാണ്. നമ്മൾ ഈ നേരത്തെ വന്നിട്ടുള്ള നമുക്ക് ഇൻട്രാക്ഷൻ നമ്മൾ പഠിച്ചുവല്ലോ, ദാറ്റ് ഇൻട്രാക്ഷനിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ -A/R⁻6 ആണ്. അതായത് വാൻ ഡെർ വാൾസ് ലണ്ടൻ ഇൻട്രാക്ഷനിൽ. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ടു സിസ്റ്റം അറ്റ് സെപ്പറേഷൻ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ U(R) ഈസ് ഈക്വൽ ടു 4 σ/R⁻12 σ/R⁻6. അപ്പോൾ അവിടെ നമ്മൾ ഈ കേസിൽ ഒരു കേസിൽ എയും ബിയും എടുത്തെങ്കിൽ ഇവിടെ ആ കോൺസ്റ്റൻസ് 4ε എയും 4ε ബി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ആൻഡ് ദിസ് പൊട്ടൻഷ്യൽ ഈസ് നോൺ ആസ് ദ ലെനാർഡ് ജോൺസ് പൊട്ടൻഷ്യൽ. ലെനാർഡ് ജോൺസ് പൊട്ടൻഷ്യലിൻ്റെ ഒരു സ്കെച്ചാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് എക്സ് ആക്സിസിൽ നമുക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് R/σയും y ആക്സിസിൽ U(R)/4ε ആണ്. ഗ്രാഫിൻ്റെ ഷേപ്പ് കണ്ടാൽ അറിയാൻ പറ്റും. ദിസ് അറ്റ് എ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവുന്ന ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് R ഉണ്ട്. അതായിരിക്കും അതിൻ്റെ ഏറ്റവും മിനിമം എനർജി. അതായത് റിപ്പൽസീവ് ഇൻട്രാക്ഷൻ ഈസ് ദ അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ ഈസ് ദ ആൻഡ് ദേ വിൽ റീച്ച് അറ്റ് എ ബാലൻസ് പൊസിഷൻ സച്ച് ദാറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം ഈസ് ദ മിനിമം വാല്യൂ. ഇനി ഇതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ വി ഹാവ് ഇക്വിലിബ്രിയം ലാറ്റിസ് കോൺസ്റ്റൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. സപ്പോസ് നമ്മൾ ഇതിൻ്റെ നെഗ്ലക്റ്റിംഗ് കൈനറ്റിക് എനർജി ഓഫ് ദി ഇനേർട്ട് ഗ്യാസ് ആറ്റംസ് കൊഹിസീവ് എനർജി നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ്. കൊഹിസീവ് എനർജി മീൻസ് ഇറ്റ് ഈസ് ദ എനർജി ടു സെപ്പറേറ്റ് ദ ആറ്റംസ് ഇൻ എ ക്രിസ്റ്റലാണ്. കൊഹിസീവ് എനർജിയുടെ ഒരു എക്സ്പ്രഷൻ ഓഫ് എൻ ഇനേർട്ട് ഗ്യാസ് ക്രിസ്റ്റൽ ഈസ് ഗിവൺ ബൈ ലെനാർഡ് ജോൺസ് പൊട്ടൻഷ്യൽ ഓവർ ഓൾ പെയേഴ്സ് ഓഫ് ആറ്റം ഇൻ ദ ക്രിസ്റ്റൽ. അപ്പം ലെനാർഡ് ജോൺസ് പൊട്ടൻഷ്യൽ ടോട്ടൽ എനർജി ഫോർ ദ കൈനറ്റിക് എനർജി നമ്മൾ നെഗ്ലേറ്റ് ചെയ്തു. ഇവിടെ ഈ വന്നിട്ടുള്ള രണ്ട് എനർജീസ്, അതായത് വാൻ ഡെർ വാൾസ് ഇൻട്രാക്ഷനും അതുപോലെ റിപ്പൽസീവ് ഇൻട്രാക്ഷൻ്റെ എനർജിയും കൂടെ നമുക്ക് ഹോൾ ക്രിസ്റ്റലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾ പെയേഴ്സ് ഓഫ് ആറ്റംസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
that will be equal to the cohesive energy. So U total is equal to half of n 4 epsilon. For n atoms it is n into 4 epsilon summation over j prime, that is sigma by Pij r all raised to 12 minus summation over j sigma by Pij r all raised to 6. ഇവിടെ ഹാഫ് വന്നത് പേഴ്സ് ഡബിൾ ആയിട്ടുണ്ടെന്നതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട് പ്രാവശ്യം നമ്മൾ എണ്ണും, അത് ഹാഫ് ആക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരേ കോൺട്രിബ്യൂഷൻ രണ്ട് പ്രാവശ്യം വരും. ആൻഡ് Pij r ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ reference atom I and any other atom J expressed in terms of the nearest neighbor distance. Pij r stands for the distance in terms of r, ith atom and the jth atom. So, and the value, suppose we evaluate this value, summation over Pij raised to minus 12, it is equal to 12.13188, and Pij raised to minus 6, it is equal to 14.45392 for FCC structure. You know, in inert gases, almost all of the inert gas crystals are of FCC structure. At equilibrium value, നമുക്ക് equilibrium പൊസിഷനിലുള്ള ഈ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ R0 എടുത്തു കഴിഞ്ഞാൽ at R0 what is the condition? That is d by dr of U total is equal to 0. Under this condition, we will get R0 by sigma as 1.09 for all elements with a FCC structure. So, in this case, R0 by sigma for all inert gases are given: neon, argon, krypton, xenon, etc. And you can see the values are 1.14 for neon, and as the size increases, it reaches the standard value. That is, slight change of R0 by sigma for the lighter atoms from the universal value can be explained by the 0-point quantum effects, and this can be explained by the 0-point quantum effect. Now the cohesive energy, expression for cohesive energy in terms of lattice constants നമുക്ക് evaluate ചെയ്യാൻ പറ്റും. The cohesive energy of inert gas crystals at absolute zero and at zero pressure is given by U total of R is equal to 2n epsilon. നേരത്തെ നമ്മൾ എക്സ്പ്രഷനിൽ നമ്മൾ കണ്ടു 1/2 into 4n epsilon, so that will become 2n epsilon. Then that constant we have evaluated, that is equal to 12.13 sigma by r raised to 12 minus 14.45 sigma by r raised to 6. So this value of sigma is found to be this parameters epsilon value is 10 raised to minus 16x, and sigma is in x, and which are the parameters in Lennard-Jones potential. And at r is equal to R0, and we suppose we evaluate the total energy, the total value is obtained to be at r equal to R0. R0 by sigma is already given as 1.09. On substituting all these values, we will get U total at the equilibrium distance, that is equal to minus 2.154n epsilon. It is same for all inert gases, which is the cohesive energy when the atoms are at rest. So this is the expression for total energy, and which is the sum of the two parameters, that is one is the repulsive energy and the other one as the repulsive energy, and the other one is the attractive energy, and the total resultant is obtained as a negative, so it is an attractive in nature. So this inert gas crystals, the cohesive energy it is negative, it is in attractive nature, we can say. Then quantum mechanical correction, we have already stated that is the higher values for the less massive inert gas atom can be obtained from the quantum mechanical correction, and which is act to reduce the binding by 28, 10, 6 and 4% of equation 1 for this force neon, argon, krypton and xenon respectively. That is, there is a change in the value from the universal value of R0 by sigma for certain inert gas molecules. ഇതിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, if the atom is heavier, then the smaller correction for the quantum mechanical correction, the quantum mechanical correction will be less. And to explain this, we consider a model in which atom is confined by fixed boundaries, and if the particle has the quantum wavelength lambda, then kinetic energy of the particle is given by p square by 2m, that is equal to h by lambda the whole square into 1 by 2m, that is
in the quantum in this modeling, we are considering the atoms as a quantum particle, and the kinetic energy is inversely proportional to the mass of the particle. So this kinetic energy, you can see it is inversely proportional to the mass. As an example, we can say the consequence of the kinetic energy is that crystal of the a consequence of the quantum kinetic energy is that the crystal of the isotope neon 20 is observed to have a larger lattice constant than a crystal of neon 22. So it is inversely proportional to mass. Quantum mechanical correction will be inversely proportional to mass. That is, higher the quantum kinetic energy for lighter isotope expands the lattice to reduce kinetic. Higher the quantum kinetic energy, then the lighter will be the mass, and which expands the lattice to reduce the kinetic energy. That is the explanation which we can give to the this correction for the R0 by sigma value for lighter nuclei.